Welcome to another episode of Moments and Memories Baking Video! ഇന്ന് നമ്മൾ ഒരു ബേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്തവണ ബേക്കിംഗ് ചെയ്യുന്നത് വൈകിയാണ്. നമ്മൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഇത് നന്നായിട്ട് വന്നാൽ ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പം അതാണ് പരിപാടി. കണ്ടിട്ട് വന്നാലോ? ലെക്സ ചേച്ചിയൊക്കെ വെക്കേഷന് പോയിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ലെക്സ ചേച്ചിയുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കൃഷികളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ പറിച്ചെടുക്കുന്നത് ഞങ്ങളാട്ടോ. ഇത്തവണ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക, കോവയ്ക്ക, പടവലങ്ങ, ക്യാപ്സിക്കം, പിന്നെ ടൊമാറ്റോസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചീരയില ഉണ്ടായിരുന്നു, അമ്മ അതിന്ന് തോരനൊക്കെ വെച്ചു. അപ്പം ഒരുപാട് സാധനങ്ങൾ ലെക്സേച്ചിയുടെ ഗാർഡനിൽ നിന്ന് ഇന്നലെ ഞങ്ങൾ പോയി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. എന്താ ഈ പുറകിൽ കാണുന്ന പച്ചക്കറികൾ നമ്മൾ എടുത്തു വെച്ചിട്ടില്ല, കുറെ ഉള്ളത് കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടില്ല കേട്ടോ. അതവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ കുക്കി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമ്മള് ബട്ടർ ചൂടാക്കാൻ പോവാ. ഇതിൽ ഫസ്റ്റ് 2 ചെറിയ ക്യൂബ്സ് ബട്ടറാണ് എടുക്കുന്നത്. എനിക്ക് ഇതിന്റെ കണക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഇതേപോലത്തെ 2 ക്യൂബ്സ്. തീ ഓൺ ചെയ്തു, ബട്ടർ ഇട്ടു. അടുത്തിട. നെക്സ്റ്റ് പീസ് ഇടൂ. Okay. And time to whisk when it melts. Whisk എടുക്ക്. Whisk ചെയ്തോ. Oh, wait now. How do I mix this thing? എന്റെ ഹാഫ് കപ്പിന്റെ കപ്പ് വന്നിട്ട് എന്റെ ഓട്സിന്റെ ബോട്ടിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ 1/4 കപ്പിന്റെ കപ്പാണ് എടുക്കുന്നത്. ഇതിന് 2 കപ്പ്, അതായത് 1/2 കപ്പ് ആണ് ഷുഗർ ഇടുന്നത്. 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് വൈറ്റ് ഷുഗറും ആണ് ഇടുന്നത്. പക്ഷെ ബ്രൗൺ ഷുഗർ ഇവിടെ ഇല്ല. പക്ഷെങ്കിൽ ബ്രൗൺ ഷുഗർ തന്നെയാണ്, പക്ഷെ ആ മെൽറ്റ് ആവുന്ന ടൈപ്പ് ബ്രൗൺ ഷുഗർ അല്ല എന്റെ കയ്യിലുള്ളത്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഉള്ള ഷുഗർ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാ. ഇത് കെയിൻ ബ്രൗൺ ഷുഗർ ആണ്. അപ്പം അതിടാം. മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ബ്രൗൺ ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും കേട്ടോ. കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ട് ഷുഗർ ഇടണം അതിനുള്ളിലേക്ക്. ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വൈറ്റ് ഷുഗർ, 1/2 കപ്പ്. ഇനി നന്നായിട്ട് വിസ്ക് ചെയ്യാം. ഇതിനുള്ളിലേക്ക് ഒരു എഗ്, വാനില എസൻസ്, Very yummy. ഇനി ഇതിലിടേണ്ട ഓൾ പർപ്പസ് ഫ്ലോർ ആണ് നമ്മുടെ മൈദ ഒരു 1 കപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 കപ്പ് നമ്മൾ അരിച്ച് അതിനകത്തേക്ക് ഇടുകയാണേ. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. ഇത് കുറച്ച് തീരാറായി, പക്ഷെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട് ആഡ് ചെയ്തേക്കാം. എന്നിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഇത് വാമട കുറച്ച് കഴിഞ്ഞിട്ടിടാം. Can I have some right now? Oh yeah, there's a chocolate chip right there. അതെന്താന്നറിയോ, മെൽറ്റ് ആവും. അതുകൊണ്ട് so we'll wait for a little bit. ഇനി ഈ പാത്രത്തിന് ചെറിയ ചൂടുള്ളത് കൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് നമ്മുടെ ഈ മിക്സ് മാറ്റി വെക്കുകയാണേ. കുറച്ചൊന്ന് എന്താ പറയാ, അതിന്റെ ചൂട് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കൂൾ ഡൗൺ ആയിട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്പ് ആഡ് ചെയ്യുന്നുള്ളേ. ഒന്നുകിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്പ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ബോളാക്കി ഓവനിൽ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ബോളാക്കി വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്പ് വെച്ചിട്ട് ഇത് വേണമെങ്കിലും എടുക്കാം. 2 രീതിയിലും ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് ചിപ്പ് ഇടുമ്പോഴേ അറിയത്തുള്ളൂ എന്തോരം ഉണ്ട് അതെന്നുള്ളത്. അത് ആവശ്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ട് ഇട്ടിട്ടുണ്ടാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടട്ടെ. ഇപ്പം ഏകദേശം ഒന്ന് മെസ്സായിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാതെ പോയി കഴിഞ്ഞാൽ അമ്മ വരുമ്പോൾ നല്ല ചീത്ത കിട്ടും. അതുകൊണ്ട്
ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോവാണ്. ഇനി ഇത് നമ്മൾ ചോക്ലേറ്റ് ചിപ്പ് അതിനുള്ളിലേക്ക് ഇടാൻ പോവാണ്. വൈകിയത് ചോക്ലേറ്റ് ചിപ്പ് അതിനുള്ളിലേക്ക് ഇടാൻ പോകുന്നു. ഓക്കെ, നമുക്കതൊന്ന് മിക്സ് ചെയ്യാവേ. ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മുടെ കുക്കിയുടെ ഒക്കെ ഷേപ്പ് ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത്. ഇനി ബേക്ക് ചെയ്യുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റായി പോയി. ഞാൻ കുറച്ച് കൂൾ ഡൗൺ ചെയ്തെങ്കിലും കുറച്ച് മെൽറ്റായി പോയി. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ മുകളിൽ ചോക്ലേറ്റ് ചിപ്പ് വെച്ചിട്ട് ആക്കാൻ പോവാണേ. അപ്പം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, നമ്മുടെ കുക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെക്കാൻ പോവാണേ. സൂപ്പർ. ഇതിപ്പോ നമ്മള് 350 ഡിഗ്രിയില് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 മിനിറ്റ്സോളം കുക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാവും എന്നറിയത്തില്ല, എനിക്ക് എന്റെ കറക്റ്റ് കണക്കറിയില്ലായിരുന്നു. പക്ഷെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആയിട്ടുണ്ടേ. നമുക്ക് ഇനി എടുത്തു നോക്കാം. ഫസ്റ്റ് ടൈം സക്സസ് ആണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയിട്ട് സക്സസ് ആണോ ഇല്ലയോ എന്ന് പറയാം. അപ്പൊ കുക്കി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടാണ് ഇത് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ ഇത് ഭയങ്കര ചൂടായിട്ടിരിക്കുക. ഇച്ചിരി ഒന്ന് തണുത്തിട്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിക്കേ. I have to be honest, it's hot. അതാണോ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. കൂട്ടാന്നറിയാം. യമ്മിയാണോ? കൊള്ളാമോ? ഡബിൾ തംസ് അപ്പ്. I'm trying. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? Love it. Love it. Thanks. ഞാനിവിടെ ഒരു കുക്കി ട്രൈ ചെയ്ത് നോക്കാം. I told you. So good. നന്നായിണ്ടോ? കുക്കി നന്നായിട്ട് വന്നതുകൊണ്ട് ഏതായാലും ഞാനിത് പോസ്റ്റ് ചെയ്യാവേ. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.